തൃശൂർ മറ്റത്തൂരിന് പിന്നാലെ കോൺഗ്രസ് ബിജെപിയെ സഹായിച്ചെന്ന ആരോപണമുയർന്ന പറളത്ത നടപടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് ഡിസിസി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വോട്ട് അസാധുവായി എന്നുള്ളത് ജനങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾ അവരൊരു ടീച്ചറാണ്. ജനങ്ങൾ അത്തരത്തിലുള്ള വിശദീകരണമൊന്നും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമല്ല. അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലല്ലോ. ഒരു ജാഗ്രത കുറവ് അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ജാഗ്രത കുറവ് നമ്മൾ അവരോട് ചോദിച്ചു. അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് അപ്പോൾ അവർക്ക് തരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. UDF-ന് 6, NDA 6, LDF 5 എന്നതായിരുന്നു കക്ഷിനില. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-ന്റെ വനിതാ നേതാവ് വോട്ട് അസാധുവാക്കുകയായിരുന്നു. ഇതോടെ BJP പാർലം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു. വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെയാണ് ആദ്യം പ്രസിഡന്റായി തീരുമാനിച്ചിരുന്നത്. പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്ത് പുതിയ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതോടെ വോട്ട് അസാധുവാക്കി BJP-യെ സഹായിച്ചു എന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി, 3-ാം വാർഡിൽ നിന്ന് ജയിച്ചു വന്ന പ്രതിനിധി എന്തുകൊണ്ടാണ് UDF-ന് വോട്ട് ചെയ്യാതെ അസാധുവാക്കിയത്? അത് ബോധപൂർവമാണെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം. കോൺഗ്രസും BJP-യും കൂടി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ പാർലം ഗ്രാമപഞ്ചായത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 6 സീറ്റും കോൺഗ്രസിന് 5 സീറ്റും നേടാനായത്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മറ്റത്തൂരിന് പിന്നാലെ പാർലത്തും പ്രശ്നമുണ്ട്. മറ്റത്തൂരിൽ ഇപ്പോൾ 10 ദിവസമാണ് ഈ നടപടിയിൽ അംഗങ്ങൾക്ക് 10 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിലപാട് മാറ്റാനുള്ള സമയം എന്നാണ് ടാജറ്റ് പറഞ്ഞത്. ഇപ്പോൾ പാർലം പഞ്ചായത്തിലും വനിതാ നേതാവിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് രണ്ടിടത്തും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അത് BJP സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ? മറ്റത്തൂരിലെ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നുള്ള ആലോചന കോൺഗ്രസിൽ കാര്യമായി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ തന്നെ മറ്റു ചില പഞ്ചായത്തുകളിലും സമാനമായിട്ടുള്ള സഖ്യം ധാരണയുണ്ടായിട്ടുള്ളതായുള്ള ആരോപണം ഇപ്പോൾ ആ ജില്ലയിൽ CPM ഉന്നയിക്കുന്നത്. തൃശൂർ ജില്ലയിലെ പാർലം പഞ്ചായത്തിലാണ് സമാനമായിട്ടുള്ള നീക്കം. കോൺഗ്രസ് BJP ബന്ധം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള CPM ചൂണ്ടിക്കാണിക്കുന്നത്. മൊത്തം 17 എന്നുള്ളതാണ് പാർലം പഞ്ചായത്തിലെ കക്ഷിനില. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 6 UDF ഉണ്ടായിരുന്നു, 6 NDA ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന വനിതാ നേതാവ് അവരെ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റി പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ട് അസാധുവാക്കിയത് BJP-യെ സഹായിക്കാനെന്നുള്ളതാണ് അവിടെ CPM ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് അസാധുവായത് മൂലം അവിടെ BJP-യുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP-യാണ് ഭരണസമിതി വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബോധപൂർവമായിട്ടുള്ള നീക്കമാണ് അവിടെ കോൺഗ്രസ് നടത്തിയത് എന്നുള്ളതാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ പല വാർഡുകളിലും നേരത്തെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയിരുന്ന സമയത്ത് LDF-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJP കോൺഗ്രസ് ധാരണയുണ്ടായിരുന്നു. LDF-നെ പരാജയപ്പെടുത്തണം എന്നുള്ള ധാരണ പ്രകാരമാണ് നേരത്തെ തന്നെ അവർ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് അവർക്ക് ഈക്വലായിട്ടുള്ള സീറ്റുകൾ ലഭിച്ചത് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ബോധപൂർവമായിട്ടുള്ള നീക്കമാണ്, മനഃപൂർവ്വം ചെയ്തതാണ് വോട്ട് അസാധുവാക്കുന്നതിന് വേണ്ടി. വോട്ട് അസാധുവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളത് അവർക്കറിയാം. BJP ഭരണസമിതി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നീക്കം നടത്തിയതെന്നുള്ള ആരോപണത്തിൽ CPM ഇവിടെ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യം കോൺഗ്രസും സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് തൃശൂർ DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റ് വ്യക്തമാക്കുന്നത്. ഈ വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് DCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റത്തൂരിലെ വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം തന്നെ ഈ പാർട്ടിയിൽ നിന്നും രാജിവെച്ച 8 അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അവിടെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനിടയിൽ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉൾപ്പെടുന്ന പാർട്ടിയിൽ നിന്നും രാജിവെച്ച അംഗങ്ങൾ വിചിത്ര വിശദീകരണവുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അവരുടെ വിശദീകരണത്തിനാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ മറുപടി പറഞ്ഞിരിക്കുന്നത്.